ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മിനി ട്യൂട്ടോറിയൽസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറിയിലെ ഏൺഡ് ലീവ് ആണ്. ഇവിടെ ഇഫ് എ എംപ്ലോയി റിസീവ്സ് ഏൺഡ് ലീവ് സാലറി ഫ്രം മോർ ദാൻ വൺ എംപ്ലോയർ ഇൻ ദ സെയിം പ്രീവിയസ് ഇയർ, ദ മാക്സിമം ലിമിറ്റ് 3 lakhs ആണ്. അതിനേക്കാളും കൂടുതലാകാനായിട്ട് പാടില്ല. നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോകാം. എങ്ങനെയാണ് ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് എക്സംഷൻസ് എങ്ങനെയാണ് റിസീവ് ചെയ്യണമെന്ന് നോക്കാം. എ വാസ് എൻ എംപ്ലോയി ഓഫ് എക്സ് ലിമിറ്റഡ്. അറ്റ് ദ ടൈം ഓഫ് ലീവിംഗ് എക്സ് ലിമിറ്റഡ് ഹി വാസ് പെയ്ഡ് ₹3,50,000 ആസ് എ ലീവ് സാലറി, ഔട്ട് ഓഫ് വിച്ച് ₹77,000 വാസ് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10AA. അപ്പോൾ ഏൺഡ് ലീവിൻ്റെ ഒരു എക്സംഷൻ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി after some time, he joined Y Limited. He received ₹4,12,200 as leave salary at the time of his retirement on 31st December 2024. Compute the taxable leave salary. അപ്പോൾ നമുക്കിതിൽ ആദ്യം വേണ്ടത് 10 months സാലറിയാണ് വേണ്ടത്. ആവറേജ് സാലറി ഫോർ 10 months. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് നമുക്കത് കമ്പ്യൂട്ട് ചെയ്യാം. ആവറേജ് സാലറി that is 1st March to 31st July. അപ്പോൾ 23,000 into 5 1,15,000. അതേപോലെ തന്നെ സാലറി ഫ്രം 1st August, that is 24,000 into 5 1,20,000. അപ്പോൾ ടോട്ടൽ സാലറി ഫോർ 10 months 2,35,000. This is the average salary for 10 months. അപ്പോൾ what is the average salary? Average salary equal to 2,35,000 divided by 10, that is 23,500. ദെൻ ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ഈസ് 4,12,200. രണ്ടാമത്തെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്ത എമൗണ്ട് 4,12,200. ദെൻ മൂന്നാമത്തേത് എക്സംഷൻ, നോട്ടിഫൈഡ് ലിമിറ്റ്. Notified limit, that is 3 lakhs minus 77,000, that is 2,23,000. 2,23,000. ഇനി നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആവറേജ് സാലറി ഇൻറ്റു ലീവ് ഡ്യൂ. Leave due is calculated 1 month leave due for every 1 year of completed service minus leave already availed. ഇവിടെ സർവീസ് പീരീഡ് എന്ന് പറയുന്നത് 14 years ആണ്. അപ്പോൾ നമ്മൾ അതിനെ മന്ത്സ് ഡേയ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്? 14 into 30, ദറ്റ് ഈസ് 420 days മൈനസ് ലീവ് അവൈൽഡ് ഡ്യൂറിങ് സർവീസ് പീരീഡ് എന്ന് പറയുമ്പോൾ 90 days.
that is equal to 330 days. 330 ഡേയ്സിനെ നമ്മൾ മന്ത്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര മന്ത്സ് വരും? ദറ്റ് ഈസ് 11 മന്ത്സ്. ഇനി ആവറേജ് സാലറി മീൻസ് എത്രയാണ്? 23,500. ദറ്റ് ഈസ് 23,500 into 11. That is equal to 2,58,500. 2,58,500. 4 കണ്ടീഷൻസ്: ആവറേജ് സാലറി, ദെൻ എമൗണ്ട് റിസീവ്ഡ്, നോട്ടിഫൈഡ് ലിമിറ്റ് 3 lakhs. അയാൾ എക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ആ എംപ്ലോയി വർക്ക് ചെയ്തപ്പോൾ അയാൾക്ക് എക്സംഷൻ ആയിട്ട് 77,000 കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള എമൗണ്ട് ദാറ്റ് ഈസ് 2,23,000. ദെൻ ആവറേജ് സാലറി ഇൻറ്റു ലീവ് ഡ്യൂ. ഇവിടെ ഡ്യൂറേഷൻ ഓഫ് സർവീസ് 14 years ആണ്. അപ്പോൾ നമ്മൾ ഡേയ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 14 into 30, 1 month for every 1 completed year of service. അപ്പോൾ 14 into 30 we get a 420 days. Then leave availed 90. അത് മൈനസ് ചെയ്യുമ്പോൾ 330 days വരും. 330 ഡേയ്സിനെ നമ്പർ ഓഫ് മന്ത്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 11 months. അപ്പോൾ ആവറേജ് സാലറി ഇൻറ്റു ലീവ് ഡ്യൂ. അപ്പോൾ 23,500 into 11 we get a 2,58,500. ഇതിൽ ഏതാണോ ലീസ്റ്റ് വരുന്നത്, ലീസ്റ്റ് എമൗണ്ട് ഈസ് എക്സംപ്റ്റ്, ദാറ്റ് ഈസ് 2,23,000. Exempted amount is 2,23,000. Then what is taxable leave salary? Taxable leave salary equal to amount received. What is the amount received? 4,12,200 minus exempted amount. Exempted amount is 2,23,000. $1,89,200 is the taxable leave salary. ഇങ്ങനെയാണ് ഒരു എംപ്ലോയി ഏൺഡ് ലീവ് സാലറി റിസീവ് ചെയ്യുന്നത്. മോർ ദാൻ 1 എംപ്ലോയറുടെ കയ്യിൽ നിന്നാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ലിമിറ്റിനും യാതൊരു വ്യത്യാസവുമില്ല. ഇത് ഇങ്ങനെയായിരിക്കും നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്ത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.